വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ ആയിട്ടാണ്. ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ അധികമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഉണ്ട്, അതുപോലെ ഗ്ലോസ് ടൈപ്പ് ഉണ്ട്, ലിക്വിഡ് ടൈപ്പ്, അങ്ങനെ 3-4 ടൈപ്പുള്ള ലിപ്സ്റ്റിക്സ് ആണുള്ളത്. അങ്ങനെ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ലിപ്സ്റ്റിക് കളക്ഷൻ കാണുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കുക. പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് കളക്ഷൻ ഇത്രയും ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്നെടുക്കാം. അപ്പോൾ ഇതേ ഫസ്റ്റാണ് ഞാൻ ഒരു ലിപ്സ്റ്റിക് എടുക്കുന്നത്, ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് NYBയുടെ ആണ് കേട്ടോ. NYBയുടെ ഷെയ്ഡ് 01 സൂപ്പർ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. 01 പെപ്പി പിയേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് കാണിച്ചു തരാം. ഇതാ ക്ലിയറായി കാണുന്നുണ്ടാവോ നമുക്കിതാ. ഇതാണ് കേട്ടോ ഷെയ്ഡ്, കണ്ടോ? ഈ ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതും NYBയുടെ തന്നെയാണ്. മഗ്സ് ആൻഡ് ഹഗ്സ്. മഗ്സ് ആൻഡ് ഹഗ്സ് 12 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല പേര്. വാങ്ങിച്ച് കുറേ ആയെങ്കിലും ഇതിൻ്റെയൊക്കെ ബ്രഷസൊക്കെ ഒരു വിധം എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല അടിപൊളി കോലങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഇതൊരു കുറച്ച് നല്ലൊരു ഡാർക്ക് കളറേക്ക് വരുന്നതാണ് കേട്ടോ. ഡാർക്കൊരു ബ്രൗൺ ഷെയ്ഡിക്കൊക്കെ ഒരു വരുന്നൊരു ഇതാണ്. നല്ല ഇത് നമുക്ക് ലൈറ്റാക്കി ഇട്ട് കൊടുത്താൽ നല്ല രസമാണ്. എനിക്ക് നല്ല ഡാർക്കായിട്ട് കട്ടിക്കിടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇത് ലേറ്റായിട്ടാണ് കേട്ടോ ഇടാറുള്ളത്. നല്ല ഡാർക്കായിട്ട് ഇടുമ്പോൾ ഭയങ്കര എന്തോ ഒരു സ്കിന്ന് ഭയങ്കര ഒരു ഡള്ളായത് പോലെ തോന്നും. അത് എനിക്ക് കുഴപ്പമില്ല, ഒരു ഓക്കെ ഫീലാണ് കേട്ടോ. നെക്സ്റ്റ് ഇതൊരു റെനിയുടെ ലിക്വിഡാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഷെയ്ഡൊന്നും കാണാമല്ലോ കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡൊന്നും ഇത് ഞാൻ സിംറ്റനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. മറ്റേതൊക്കെ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡ് കാണാനില്ല. ഇതേതാ ഷെയ്ഡെന്ന് പറഞ്ഞുകൂടാ, ഓർമ്മയില്ല. വാങ്ങിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയ കളറാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് അതല്ല, വിചാരിച്ചത് ഒന്ന് വന്നത് വേറെ. നല്ലൊരു പിങ്ക് അങ്ങനെയൊക്കെ ഒരു ഷെയ്ഡ്, എന്താ പറയാൻ പറ്റാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു പിങ്ക്. ഇപ്പം അതിൽ എങ്ങനെ കാണാനൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡ്, നമ്മൾ പറയില്ലേ ചോപ്പ് മുട്ടായിയുടെ കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പം എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്നാലും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ഇടും ഞാൻ. അപ്പോൾ ഒരു ചെറിയൊരു പിങ്ക് കളർ കിട്ടും ലിപ്പിന്. അതുകൊണ്ട് അധികം ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒന്നുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇനി അടുത്തത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെ ഒക്കെ മാഞ്ഞു പോയിട്ടോ. എന്താ പറയുക, ഷെയ്ഡ് ഇതൊക്കെ കുറച്ചായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഡൊക്കെ നമ്മൾ പിടിച്ച് എന്തിൻ്റെ ഇതൊക്കെ മാറിപ്പോയേക്കണം. ഇത് ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ. ഇൻസൈറ്റിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് ക്ലിയർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇൻസൈറ്റിൻ്റെ ടോപ്പ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതും നല്ല എനിക്കിഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. അത് നല്ലൊരു കളറാണ് കേട്ടോ. ഇത് നല്ലൊരു ലിക്വിഡ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോലം പരതാപകരമായിട്ടുണ്ട്. അങ്ങനെ ഒന്നുണ്ട്. ഇനി നമുക്കൊരു ക്രയോൺ കാണാം കേട്ടോ. ക്രയോൺ ഇത് മാസിൻ്റെ കുറച്ച് ഇപ്പോൾ അടുത്തായിട്ട് എല്ലാവരും യൂസ് ചെയ്ത് തരുന്നുണ്ടെന്ന നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണിത്. ഗേൾ പവർ എന്ന് പറഞ്ഞിട്ട് ഗേൾ പവർ 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ഷെയ്ഡാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. അത് ലിപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ വീഡിയോസിൽ വരുമ്പോൾ അധികം ഇതൊന്നും ഇടാറില്ല. ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് വീഡിയോസിൽ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വീഡിയോയിൽ ഇടാറുണ്ട് കേട്ടോ. അതൊക്കെ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളൂ.
പിന്നെ ഇനി അടുത്തത് ഇവിടെ തന്നെ 5 in ലിപ്സ്റ്റിക്കാണ് കേട്ടോ. 5 in 1 എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതിലെല്ലാ കളേഴ്സും തന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമി ടെക്സ്ചറൊക്കെ ഒരു ഇതാണ് കേട്ടോ. എങ്ങനെയാണ് അത് പറയാമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഷെയ്ഡ് നോക്കി, എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല ഷെയ്ഡാണ്. ഇപ്പോൾ ഈ കണ്ടതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് കളർ മനസ്സിലാവണമെന്ന് അറിയില്ല. ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഇതാ, അതിൻ്റെ ഒരു ഡാർക്കാണ് കേട്ടോ. അങ്ങനെ വ്യത്യാസമുള്ളൊരു ഷെയ്ഡ്സാണ്. ഇതിലും ഡാർക്കായിട്ടുള്ളത് എന്താ, അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിൽ 3 ഷെയ്ഡ്സാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. അടുത്ത അതിലും ഡാർക്കാണ്. അപ്പോൾ ഈ ഒരു 3 ഷെയ്ഡ് ഇട്ട് കേട്ടോ. ഇത് അതിലും ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കണ്ടാ, അങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ ലൈറ്റ് പിന്നെ ഡാർക്ക് പിന്നെ അതിൽ ഡാർക്ക് അങ്ങനെയാണ് വരുന്നത്. ഇത് എനിക്ക് എല്ലാതും ഇഷ്ടമാണ് കേട്ടോ. ഈ ഡാർക്ക് ഷെയ്ഡൊക്കെ നമുക്ക് കുറച്ച് ലൈറ്റ് ഡാർക്കായിട്ട് ഇടണമെങ്കിൽ ഇടാം. ഡാർക്കായിട്ട് ഇട്ടാൽ എനിക്ക് ഒട്ടും കുറവില്ലാന്ന് തോന്നും. ലൈറ്റായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല രസമായിട്ടിരിക്കും കേട്ടോ. ഇതൊരു എന്താ പറയുക, ലൈറ്റ് തന്നെയാണ്. നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു, നമുക്ക് മേലെ ഇടാം. നല്ലൊരു കളറാണ് ഇതിന്. അതന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതിലത്തെ എല്ലാം നല്ല കളേഴ്സ് ഇഷ്ടമാണ്. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വേഗം ബ്ലെൻഡായി പോകട്ടെ. നമ്മൾ ആ ഒരു ലിപ്പിൽ നല്ല നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പോകും. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ ഈ ഇവിടെ ഈ ഒരു 5 in 1 എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്സൊക്കെ. അപ്പം നല്ല ഭംഗിയുള്ളതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് പിന്നെ ഇടാല്ലേ. ഇനി 1-2 കൂടെ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി കാണിച്ചു തരാം. ഇപ്പോഴത്തത് ഞാൻ ഇത് ഇനി വന്നിട്ടുള്ളത് അൻവൈബഡ തന്നെയാണ് കേട്ടോ. അൻവൈബഡ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക്കാണിത്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാനിപ്പോൾ ലിപ്പിലിട്ടിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ലിപ്പിലിട്ടിട്ടുള്ളത്. ഇത് എനിക്കിപ്പോൾ കറൻ്റ് ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഇട്ടിട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലിപ്പിലിട്ടപ്പോഴും അതൊരു സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. ഒരു എന്താ പറയുക, ഭയങ്കര എന്തോ ഇട്ടു ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ട് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷെയ്ഡ് ഞാൻ ഒന്നും കൂടെ കയ്യിൽ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. നല്ല അങ്ങനെ എന്താ പറയുക, ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇടുമ്പോഴൊക്കെ ലിപ്പിലൊക്കെ അങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഷെയ്ഡ് വന്നിട്ട് ചീക്കി ന്യൂഡാണ് കേട്ടോ. ചീക്കി ന്യൂഡ് 09. ഇതിട്ട് കഴിഞ്ഞാലും എനിക്ക് ഇത്ര ഇഷ്ടം കാരണം വെച്ചാൽ ഇട്ട് കഴിഞ്ഞാലും ഓവറായിട്ട് തോന്നില്ല, ഓവർ ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തോന്നില്ല. നമുക്ക് ലിപ്പിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. പുറത്ത് കാണുന്നവർ എന്താ ഇട്ടേക്കണമെന്ന് അങ്ങനത്തെ ഒരു ഫീൽ അങ്ങനത്തെ ഉണ്ടാവില്ല, തോന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കേട്ടോ. നല്ല പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്, നല്ല ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ ഇനി ലാസ്റ്റ് രണ്ടെണ്ണം കൂടെ കാണിക്കാനുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഫസ്റ്റിൽ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ചുവപ്പ് മിഠായിയുടെ കളർ എന്ന് പറഞ്ഞിട്ട് റെന്നിയുടെ. ഇത് 3 റെന്നിയുടെ ലിപ്സ്റ്റിക്സ് ആണ്. ഒന്ന് ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആണ്, 2 ലിക്വിഡ്സ് ആണ് കേട്ടോ. ഇതിൽ ഈ സംഭവം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് ഈ ചുവപ്പ് മിഠായി എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടതൊക്കെ ഇരിക്കട്ടെ. ഇത് ഒരു ഗ്ലോസ് ടൈപ്പാണ്. ഇതിനങ്ങനെ കളറൊന്നും അധികം വരുന്നില്ല കേട്ടോ. കാണിച്ചുതരാം. കണ്ടോ, അധികം കളറൊന്നും വരുന്നില്ല ഇതിന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെറുതെ ലിപ്സ്റ്റിക്ക് അധികം കളറ് വേണ്ട, ആ ഗ്ലിറ്ററിങ് ഒരു ഫീൽ മതി എന്നൊക്കെ തോന്നുമ്പോൾ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചില ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു വേറൊരു ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ മാത്രം യൂസ് ചെയ്യണതാണ് കേട്ടോ ഇത്. ലിപ്സ്റ്റിക് കളക്ഷൻ കഴിയാണ്. ലാസ്റ്റ് വണ്ണാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കേട്ടോ ഇതിൻ്റെ ഒരു കളറ്, ഇതൊരു എന്താ പറയുക, ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. ഇതും എനിക്കിഷ്ടമല്ല, കാരണം ഇതും ലിപ്പിൽ അപ്ലൈ ചെയ്ത ഒരു ഭംഗിയില്ല കേട്ടോ. എനിക്കിഷ്ടമായില്ല. ഇത് തീരെ കൂട്ടത്തിൽ ഇഷ്ടപ്പെടാത്ത സംഭവം ഇതാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ അനങ്ങാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
ഇതിൻ്റെ ഒരു കളർ കാണിച്ചു തരാണ്ടാ. ഒരു ലൈറ്റായിട്ടൊക്കെ ഇടുമ്പോൾ ആ ഒരു പിങ്ക് ഷെയ്ഡിക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഇത് ചുവപ്പ് മുട്ടായുടെ കളറ് അതിൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുന്നൊരു കളറാണ് കേട്ടോ ഇത്. അതുകൊണ്ട് എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതങ്ങനെ അപ്ലൈ ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഷെയ്ഡ്സൊക്കെ കണ്ടു മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് പറ്റാവുന്ന രീതിയിൽ കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടാറ്റാ.